അന്തരീക്ഷത്തിൽ നോക്കി ഇങ്ങനെ തിരിഞ്ഞ് നോക്കി വിടുന്നത് എന്തോ കണ്ടതുപോലെ പുള്ളി ആ നിൽക്കുന്ന സാധനം കണ്ടു. എന്നിട്ടപ്പോൾ രാഹുൽ എന്ത് പറഞ്ഞു, ഇതാണ്, ഇത് തന്നെയാണ് എൻ്റെ സെലക്ഷൻ, ഇത് തന്നെയാണ് എൻ്റെ ഉറപ്പ്, ഇതായിരുന്നു, നിങ്ങളിത് ചെയ്യും എന്നുള്ളത്. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത് പുള്ളിക്ക് അധികം വർക്കൗട്ട് ആവാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വേണ്ട, എല്ലാവരെയും പോലെ തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ അങ്ങയുടെ വളർച്ചയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് താരങ്ങളോട് നല്ല കോമ്പിനേഷൻ, ഈ പറയുന്ന പ്രണവ് മോഹൻലാല്, ദുൽഖർ, മമ്മൂക്ക, മോഹൻലാൽ, എല്ലാ താരങ്ങളോട്ടുള്ള ഒരു പടങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഏറ്റവും ഒരു ഭാഗ്യമുള്ളതാണ് അല്ലേ? ശരിക്കും ഞാൻ ആ ഭാഗ്യം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. ഇത്രയും വലിയ ന്യൂജൻ തരംഗത്തിൽ അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, വ്യത്യസ്തമായ വേഷം. നമുക്ക് ഈ DC റയലിൽ വരുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രത്യേകിച്ച് പോറ്റി നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചുറയ്ക്കുന്ന പോലെ നോട്ടം മതി, ഡയലോഗ് പോലും വേണ്ട. ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നോ അത്ര ഒരു മെയിൻ വേഷം കിട്ടുമ്പോഴത്തേക്ക് ആ പടത്തിൽ? അത് ഞാൻ പടത്തിലോട്ട് വന്നത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മോനുണ്ട്, ദിന്നാഥ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ഈ സിനിമയോടെയൊക്കെ ഞാൻ വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. പക്ഷെ പുള്ളിയോട് ഞാൻ പോയി ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു പരിപാടി ആണെങ്കിൽ ഓർമ്മിക്കണേ ദിന്നാഥ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്. കാര്യം ദിന്നാഥ് വിവാഹം കഴിച്ചേക്കുന്നത് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന, ഞാൻ പോത്തങ്കോട് ഹൈസ്കൂൾ പഠിച്ചത് LVHS ലാണ്, പോത്തങ്കോട് LVHS. ആ ക്ലാസ് ടീച്ചർ മായ ടീച്ചറിൻ്റെ മകളെയാണ്. നമ്മൾ കുഞ്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പം കുഞ്ചുവിൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ദിന്നാഥുമായിട്ടുള്ള എൻ്റെ അടുപ്പം. അപ്പോൾ ഈ പറഞ്ഞ കുഞ്ചു ദീപിക, അവളും ദീപക് ടീച്ചറിൻ്റെ മോനാണ്. പുള്ളിയും സിനിമാക്കാരനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ലോക, ഇപ്പോൾ ലേറ്റസ്റ്റ് അതിരടി വരെ പുള്ളി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത പടങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കണക്ഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ദിന്നാഥ്. അവർ ആക്ച്വലി വേറെ 1-2 വലിയ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് പ്ലാൻ ചെയ്ത ക്യാരക്ടറാണ്. യാദൃച്ഛികമായിട്ട് ദിന്നാഥ് ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു 1 മിനിറ്റ് റീല് വന്നു. പുള്ളി അത് കണ്ടിട്ട് താഴോട്ട് പോയിട്ട് പെട്ടെന്ന് പുള്ളിക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയ പോലെയാണ് പെട്ടെന്ന് രാഹുലിൻ്റെ അടുത്ത് അയച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്യാരക്ടറായിട്ട് ഇദ്ദേഹത്തെ നോക്കിയാലോ. ഇവർ ആ സമയത്ത് ഒരു ഫൈനലൈസ് ചെയ്തിട്ടില്ല അതിൽ ആരെ വെക്കണം എന്നുള്ളതിൽ. അപ്പോൾ അതാണ് പെട്ടെന്ന് രാഹുലിൻ്റെ അടുത്ത് എത്തിയിട്ട് പുള്ളിയുണ്ട്. ഇപ്പോൾ എനിക്കതിനെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. കാര്യം ഞാൻ ഇതിനു മുമ്പ് പലവട്ടം ചാൻസ് ചോദിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളിക്ക് അതൊന്നും ഓർമ്മ പോലും ഇല്ല, രാഹുൽ സദാശിവൻ അദ്ദേഹത്തിന്. ഞാനങ്ങനെ കാണാൻ പോകുന്നു, കണ്ടു. എന്നോട് പറഞ്ഞു ഉറപ്പില്ല, താടി ഒന്ന് വളർത്താമോ, എനിക്ക് ഉറപ്പൊന്നുമില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. പിന്നെ ഒരു ദിവസം ഫെബ്രുവരി എന്നോട് ആദ്യമേ പറഞ്ഞു 3 മാസത്തേക്ക് വേറെ പടമൊന്നും പിടിക്കണ്ട, പക്ഷേ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. കാര്യം എനിക്ക് പ്രൊഡക്ഷനെ കൺവിൻസ് ചെയ്തെടുക്കണം ഈ ഒരു ക്യാരക്ടറിനെ. കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണെന്ന് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പ്രാർത്ഥനയിലാണ്. ഞാൻ വേറെ പടമൊന്നും പിടിച്ചില്ല, അത് നന്നായിട്ട് താടി വളർത്തിക്കൊണ്ടിരുന്നു. ഫെബ്രുവരി 5-ാം തീയതി ആയപ്പോൾ രാത്രി 11:45 ആയ സമയത്ത് ഇദ്ദേഹം വിളിക്കുകയാണ്, ജിവിനെ ഞാൻ ഫൈനലൈസ് ചെയ്തു, നമ്മളുടെ അടുത്ത ഷൂട്ട് ഡേറ്റും കാര്യമെല്ലാം പറയാം, പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കും. അങ്ങനെ ഞാൻ പടത്തിലേക്ക് ഇന്നായിരുന്നു. പക്ഷേ ഒരു ഓഡിഷനോ കാര്യമോ ഒന്നുമില്ലാതെ പുള്ളി എൻ്റെ ഒരു റീല് കണ്ടിട്ട് അതിനുശേഷം 2-3 വട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി എന്നെ ഇതൊക്കെ ആയിരുന്നു ഓഡിഷൻ എന്നുള്ളത് ഞാൻ പിന്നെ പടം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. പുള്ളി എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഒരു കാര്യം ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ എന്താണ് വരുന്നത്, ഇതൊക്കെയാണ് പുള്ളി. അതാണ് പുള്ളിയുടെ ക്യാരക്ടർ ഇത് എന്നിലേക്ക് വെക്കാൻ പറ്റുമോ എന്നാണ് പുള്ളി ഇതൊക്കെയായിരുന്നു നോക്കിയത്. ബാക്കി ഡയലോഗും കാര്യമൊക്കെ ഇല്ല, അത് അപ്പം നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നെ പടത്തിലേക്ക് വെക്കുന്നത്. വന്നു ഈ പറഞ്ഞ പോലെ പടം ചെയ്ത് കഴിഞ്ഞ് തിയേറ്ററിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയ ക്യാരക്ടറായിരുന്നു, ഇത്രയും നല്ല ക്യാരക്ടറായിരുന്നു ബാക്കിയെല്ലാം. കാര്യം ആദ്യത്തെ ഷോട്ട് ഞാൻ ഒരു മറ്റേ നായിക മീൻസ് ആ ഒരു ലേഡി മരിച്ചു കിടക്കുന്ന സീനിൽ ആൾക്കാരുടെ ഇടയിലൂടെ ഞാനിങ്ങനെ അതെടുത്ത് ഇങ്ങനെ വന്ന് പോകുമ്പോഴത്തേക്ക് ആ സ്കൂട്ടർ ഓടിച്ചവിടെ നിർത്തി അതിലേക്ക് വന്ന് കയറുന്നത്, അതായിരുന്നു എൻ്റെ മെയിൻ ആദ്യ ദിവസം എടുക്കുന്ന ആദ്യത്തെ മെയിൻ ഷോട്ട് അതായിരുന്നു. അത് എടുത്ത് കഴിഞ്ഞ് എനിക്ക് ഈ മോട്ടർ നോക്കാൻ വലിയ ടെൻഷനുള്ള കാര്യമാണ്. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും വൃത്തിയായിട്ട് ചെയ്യാമായിരുന്നല്ലോ എന്ന്. അതുകൊണ്ട് ഞാനിത് ഷോട്ട് കഴിഞ്ഞാൽ അവർ ഓക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ പോയി നോക്കില്ല. അപ്പം ഞാനങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ 2 ADs ഉണ്ട്, പെൺകുട്ടികൾ. ഒരു ഷത എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ 2 പേരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നന്നായിട്ടുണ്ട് കേട്ടോ, നമ്മൾ ആദ്യത്തെ ഒരു മെയിൻ സാധനം തന്നെ ചേട്ടൻ നന്നായിട്ടത് ചേട്ടൻ്റെ മുഖത്ത് വരുന്ന സംഭവം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലൊരു സീൻ എടുക്കുമ്പോൾ ഇതുപോലെ മറ്റേ പകൽ മറ്റേ ഹൊറർ ഒരു ഫീലുണ്ടാവും. അപ്പം പുള്ളി ഇങ്ങനെ തുണിയൊക്കെ വിരിച്ച് മറ്റേ പറക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയിട്ട് എവിടെയോ ഒരു ഈ അന്തരീക്ഷത്തിൽ നോക്കി ഇങ്ങനെ തിരിഞ്ഞ് നോക്കി വിടുന്നത് എന്തോ കണ്ടതുപോലെ പുള്ളി ആ നിൽക്കുന്ന സാധനം കണ്ടു. എന്നിട്ടപ്പോൾ രാഹുൽ എന്ത് പറഞ്ഞു,
ഇതാണ്, ഇത് തന്നെയാണ് എൻ്റെ സെലക്ഷൻ, ഇത് തന്നെയാണ് എൻ്റെ ഉറപ്പ് ഇതായിരുന്നു, നിങ്ങളിത് ചെയ്യും എന്നുള്ളത്, നിങ്ങൾ നല്ലൊരു ആക്ടറാണ് എന്ന് അന്ന് അദ്ദേഹം അവിടെ വെച്ച് എന്നോട് പറഞ്ഞതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവം. എന്നിട്ട് പറഞ്ഞു ഇത് തന്നെ പിടിച്ചോ, ഇത് തന്നെയാണ്, ഈ ഒരു മീറ്റർ തന്നെയാണ് പുള്ളിയുടെ നേച്ചർ തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ചെറിയ സംഭവങ്ങളൊക്കെ പുള്ളി പറയാം അത് വേണമെങ്കിൽ വേണം, വേണമെങ്കിൽ വേണ്ട എന്ന് പറയുന്ന, ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ വിശ്വസിച്ചപ്പോൾ എനിക്കങ്ങ് എൻ്റെ ഉള്ളിൽ നിന്ന് സംഭവം വന്നതാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അങ്ങ് ചെയ്തു വെച്ചാൽ അത് എനിക്ക് തിയേറ്ററിൽ നടക്കുമ്പോൾ നിങ്ങളുടെ രണ്ടിന്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. അത്രയും പ്രാധാന്യം നിങ്ങൾക്ക് രണ്ട് ഈക്വൽ വേഷമാണ്. ആ ഒരു നോട്ട ഡയലോഗിൽ എത്രയോ സീനുണ്ട്, നോട്ടം കൊണ്ട് നമ്മളെ പേടിപ്പിച്ച ആളാണ് മുമ്പിൽ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഈ ജിവിൻ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരാളെ ഓർക്കുമ്പോൾ DSC വന്നേ പറ്റും അല്ലേ? തീർച്ചയായും. അതെ, ഇപ്പം ഞാനിപ്പോൾ എവിടെ ഇറങ്ങിയാലും ആൾക്കാർ അത് പറയാറുണ്ട്. ഇപ്പം ഞാൻ വളരെ കാഷ്വലായിട്ട് ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. വളരെ ഇപ്പോൾ ട്രിവാൻഡ്രത്തായാലും എവിടെയായാലും കൊച്ചിയിലായാലും ഞാൻ ഇപ്പം എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ പോകും. എനിക്കതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പം ഇപ്പോഴും എവിടെ പോയാലും ഇപ്പോൾ എനിക്ക് കേൾക്കാം അല്ലെങ്കിൽ എനിക്ക് കാണാം അടുത്തേക്ക് ഇത് DSCയിൽ മറ്റേ പോറ്റിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഹലോ എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് എനിക്കൊരു പ്രൊഫൈൽ പോലെ കിട്ടിയൊരു ക്യാരക്ടറായിരുന്നു ഈ DSCയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, അതിനെയാണ് മമ്മൂട്ടി സാറും പറഞ്ഞത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഈ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. ഈ പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടറെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഹിമാലയത്തിലാണ്, അവിടെ ഇവിടെയാണ്. പക്ഷെ ഇത്രയും നല്ല അടുത്ത് ഇടപെടാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ഈ പ്രണവ് എങ്ങനെ വരുന്നത് ലൊക്കേഷനിലേക്ക് ഇങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി ക്യാരക്ടറുള്ള ആളാണോ? അയ്യോ, പുള്ളി വെറൈറ്റി ക്യാരക്ടർ എന്നുള്ളതല്ല, പുള്ളിയുടെ ക്യാരക്ടറാണ്. നമുക്കതിന് വെറൈറ്റി എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തരും ഓരോ സംഭവമല്ലേ. ഇപ്പോൾ ഭയങ്കര പുള്ളിക്ക് വർക്കായാൽ ഭയങ്കര ഏറ്റവും അടുത്ത നല്ലൊരു കൂട്ടുകാരനാണ് പുള്ളി. അങ്ങനെ ഒരു സംഭവം. പുള്ളിക്ക് ഇപ്പം പടത്തിൽ ത്രൂഔട്ട് ഞങ്ങളുണ്ട്. ഞങ്ങൾ പക്ഷേ ഫസ്റ്റ് ഡേ ആയതോടെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തമ്മിൽ ഭയങ്കര സിങ്കായി. ഇല്ല, ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഷോട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ആ സമയത്തോടെ തന്നെ ഞങ്ങളങ്ങ് സിങ്കായി, ഭയങ്കര കമ്പനിയായി. പിന്നെ ആ ഒരു ഷൂട്ട് തീരുന്നവരെയും ഇപ്പോഴും ഈ നിമിഷം വരെയും ഞങ്ങൾ നല്ല അടുപ്പമുള്ള കൂട്ടുകാരാണ്. വിളിക്കുക എന്നുള്ള ഇടയ്ക്ക് മെസ്സേജുകൾ ചെയ്യും എന്നുള്ളതല്ല, അങ്ങനെ വിളിക്കുക. പുള്ളി മിക്കവാറും പുറത്തും കാര്യമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വിളിക്കുക എന്നൊക്കെ ഉള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാര്യം നമ്മൾ ഇന്നൊരു മെസ്സേജ് അയച്ചപ്പോൾ ചിലപ്പോൾ അദ്ദേഹം കാണുന്ന ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോഴായിരിക്കും ചേട്ടാ ഇപ്പോഴേ കണ്ടതെന്ന് പറയും റിപ്ലൈ തരുന്നത്. അങ്ങനൊരു മനുഷ്യനാണ്. അപ്പോൾ ഭയങ്കര കൂളാണ്, ഭയങ്കര രസമാണ്. സാധാരണ എല്ലാവരെയും പോലെ ഒരു സാധാരണ മനുഷ്യൻ. അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് വേറൊരു സംഭവം എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല അദ്ദേഹത്തെ. ഒന്നുമില്ല. അതാ ഞാൻ പറയാം, അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും വേണ്ട. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത് പുള്ളിക്ക് അധികം വർക്കൗട്ട് ആവാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വേണ്ട, എല്ലാവരെയും പോലെ തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതിനപ്പുറത്തേക്കൊരു ചിന്ത അദ്ദേഹത്തിന് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കാൻ ഭയങ്കര കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം മൗണ്ടനിയറിങ് അല്ലെങ്കിൽ യാത്രകൾ, അത് ഭയങ്കരമായിട്ട് അത് കാര്യം അമ്മാതിരി എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി സംസാരിക്കാറുണ്ട്. അങ്ങനെ പോകുന്നൊരു സംഭവമായിരുന്നു. പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ മോഹൻലാൽ വരും, അത് ഈ മകന്റെ കാര്യത്തിലൊക്കെ പ്രത്യേക താല്പര്യം ഒന്നുമില്ല. സാർ ഒരിക്കലും വന്നിട്ടൊന്നുമില്ല, അതിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല. അദ്ദേഹം പടം കാണുന്നത് പോലും എനിക്ക് തോന്നുന്നു വളരെ കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അത് വേറെ എവിടെയോ ഒക്കെ ആയിരുന്നു, അദ്ദേഹം ഷൂട്ടിലൊക്കെ ആയിരുന്നു അദ്ദേഹം. അത് പ്രിവ്യൂ ഷോയ്ക്കൊന്നും അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ ഈ തുടക്കത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ട് ലാൽ സാർ എന്നെ കണ്ടപ്പോൾ എന്നിട്ട് പറഞ്ഞു കണ്ടിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്, നമുക്ക് നല്ല പരിപാടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവായിട്ട് എന്നോട് സംസാരിക്കുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് അത് ഞാൻ ഈ പറഞ്ഞ ഇവരൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് സാധനം കിട്ടുന്നത്. നമ്മളെ റൂട്ട് തെറ്റിയിട്ടില്ല, നമ്മൾ കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ പോകുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നത് ഇവരൊക്കെ കണ്ട്. പിന്നെ ദിലീപേട്ടൻ വിളിച്ചിരുന്നു. പിന്നെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ അന്ന് കാണാൻ ഫോറത്തിൽ വെച്ചിട്ട് മഞ്ജു വേറെ അവരുണ്ടായിരുന്നു, സൗബിനൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും മഞ്ജുച്ചിയൊക്കെ വന്നിട്ട് ഭയങ്കര നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൂടെ നിർത്തി തന്നെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് സംഭവമുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഈ പടം തിയേറ്ററിൽ എത്രത്തോളം പേടിപ്പിക്കാൻ പറ്റുമോ, ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് അണിയറ പ്രവർത്തകർക്ക് എനിക്ക് ധാരണയില്ലായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അയ്യോ ഇതൊക്കെയാണോ ഞാൻ കാണിച്ചു വെച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ പടം എന്ന് എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല അതുവരെയും ഞാൻ അതിനിപ്പോൾ പടം കണ്ടിട്ടില്ല. ഡബിന് മാത്രമാണ്
കഥ full അറിയായിരുന്നോ? കഥ അറിയാം. ഇതിൽ പൂർണ്ണമായിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുള്ളത് എനിക്കും പ്രണവിനും മാത്രമാണ്. അപ്പോൾ നമുക്ക് ഡയറക്ടർ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് തന്നത് കാര്യം. എന്നിട്ട് പോലും പറയും ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട, താടി മാത്രം വളർത്തിയാൽ മതി, പിന്നെ ഒന്നും കാണാതെ പഠിച്ച ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് വലിയ ഡയലോഗ്സ് പറഞ്ഞ പോർഷൻസ് മാത്രം മനസ്സിലാക്കി വെച്ചേക്കുക, നമുക്ക് എപ്പോഴും ഇംപ്രൂവൈസ് ചെയ്യാം, ബാക്കി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഡയലോഗ്സിൽ അത് അതുപോലെ തന്നെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ചിലപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞിട്ട് അത് മാത്രമാണ് അദ്ദേഹം അറിഞ്ഞത്. അല്ലാതെ ഇതിനു വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഹൊററിന് വേണ്ടി അത് ഒരിക്കലും അത് വായിച്ചപ്പോൾ ഇതുമാതിരി ഹൊറർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല. സിനിമ കണ്ടപ്പോഴും മനസ്സിലായി ഇതൊക്കെ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. കാര്യം സിനിമ മൊത്തം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്, എഴുതി വെച്ചേക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് സിനിമ എന്ന് രാഹുൽ സദാശിവന് വളരെ ക്ലാരിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എഴുതി വെച്ചേക്കുന്നതും വായിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, എവിടെ എന്ത് സാധനം എത്ര രീതിയിൽ വേണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കറക്റ്റ് നമ്മൾ ഈ ഒരു റിമോട്ട് പോലെ പുള്ളി നമ്മളിങ്ങനെ നിർത്തി ഇങ്ങനെ പറഞ്ഞു തന്ന് കൂട്ടേണ്ട അടുത്ത് കൂട്ടി കുറയ്ക്കേണ്ട അടുത്ത് കുറച്ച് വളരെ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടുവന്നൊരു മനുഷ്യൻ. ആ പുള്ളിയുടെ കൈ കിട്ടിയാൽ മതി, നമ്മളൊരു ടൂളായിട്ട് നിന്ന് കൊടുത്താൽ മാത്രം മതി, ബാക്കി എല്ലാം അദ്ദേഹം ചെയ്തോളും. പക്ഷെ പോറ്റി തലവര തന്നെ മാറ്റിയില്ലേ, ഫുള്ള് ഒരു ജീവിത രീതി തന്നെ മാറ്റിയില്ലേ? ആ പോറ്റി എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടാക്കി തന്നതാണ്, ഭയങ്കര നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്നുള്ളതാണ്. കാര്യം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്, 2025 ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്. അപ്പം അതിലൊരു മെയിൻ വേഷം ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് അത്രയും ആൾക്കാർ കാണുന്നതുകൊണ്ട് അത് ഹിറ്റായത്. സോ പോറ്റി ആൾക്കാരിലേക്ക് എത്തി എന്നുള്ളതാണ്.